ഹരിച്ചേട്ടാ, അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപം ഇറക്കുന്നു. അവരൊരു പുതിയ പദ്ധതിയുമായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. എന്താണ് ചേട്ടാ അതിൻ്റെ വിശദാംശങ്ങൾ? എത്ര രൂപയാണ് അവർ ഇവിടെ നിക്ഷേപിക്കാൻ പോകുന്നത്? എന്താണ് അവർ ഇവിടെ നിന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? ശരിയാണ്. മൈക്രോസോഫ്റ്റ് അവരുടെ എക്കാലത്തെയും ഏറ്റവും വലിയ നിക്ഷേപമാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് മൈക്രോസോഫ്റ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സത്യ നാദല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ന്യൂഡൽഹിയിൽ സന്ദർശിച്ച ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചത് 2 കൊല്ലം കൊണ്ട് അവർ 27,000 കോടി രൂപയോളം ഇന്ത്യയിൽ നിക്ഷേപിക്കുമെന്നാണ്. അതൊരു വലിയ ഭീമമായ നിക്ഷേപമാണ്. ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം തുക ഒറ്റയടിക്ക് മൈക്രോസോഫ്റ്റ് ഏതെങ്കിലും രാജ്യത്ത് ഇത്ര ചെറിയ കാലയളവിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും ഇന്ത്യയിൽ ഇതുവരെ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ ഏറ്റവും വലിയ നിക്ഷേപമായിരിക്കും ഈ വെറും 2 കൊല്ലം കൊണ്ട് മൈക്രോസോഫ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അത് മാത്രമല്ല, ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇക്കോസിസ്റ്റം, ആ ഒരു ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപകമാക്കുന്നതിനുമാണ് അവരുടെ ഒരു ഈ ഇൻവെസ്റ്റ്മെന്റിലെ ഒരു വലിയ ഭാഗം പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ശരിക്കും 2030 ഏതാണ്ട് 1 കോടി, അതായത് 10 മില്യൺ AI പ്രൊഫഷണലുകളെ ട്രെയിൻ ചെയ്യുകയും അങ്ങനെ അവരെ അവർക്ക് തൊഴിൽ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു അതിബൃഹത്തായ പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയില് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യ ഒരു AI ഫസ്റ്റ് കൺട്രി എന്നുള്ള ഒരു നിലയിലേക്ക് ഇന്ത്യ വളർത്തുക എന്നുള്ളതാണ്. ഈ AI പറയുന്നത് അതൊരു കൺസെപ്റ്റാണ്, ഒരാശയമാണ്. AI ഫസ്റ്റ് നേഷൻ എന്ന് പറയുന്നത് ശരിക്കും സർക്കാരിന്റെ പോളിസികള്, അതുപോലെ സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങള്, ഇതിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നേട്ടങ്ങൾ ഉപയോഗിക്കാനും, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശക്തി, അതിന്റെ സാധ്യതകൾ ഉപയോഗിക്കാനും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രത്തിന് പറയുന്ന പേരാണ് AI ഫസ്റ്റ് നേഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ലോറൻസ് ലിയു എന്നുള്ള ഒരു ഒരു എക്സ്പെർട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വളരെയധികം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 മാർച്ചില് നമ്മൾ ഇന്ത്യ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, AI മിഷൻ. അത് 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നടപ്പാക്കും എന്നാണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അപ്പൊ അതുമായി യോജിച്ചാണ് ഈ മൈക്രോസോഫ്റ്റിന്റെ ഇപ്പോൾ വരുന്ന നിക്ഷേപത്തിനുള്ള തീരുമാനം കണ്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും പ്രധാനമന്ത്രി ഇതിനെ അങ്ങേയറ്റം ഹാർദമായി ഈ ഒരു നീക്കത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട സഹായ സഹകരണങ്ങൾ മൈക്രോസോഫ്റ്റിന് ലഭ്യമാക്കും എന്നാണ് പ്രധാനമന്ത്രി ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ചോദിച്ചോളൂ, എന്താണ് ചോദിച്ചോളൂ. ഞാൻ ഇതേക്കുറിച്ച് സത്യത്തിൽ വാർത്തകളൊന്നും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ എങ്ങും കണ്ടില്ല. ഇത് ഇന്നലെയോ മെനങ്ങാന്നോ നടന്ന സംഭവമാണോ? കാരണം ഇവരെ അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അത് മാത്രമല്ല, ഈ നിക്ഷേപം വരുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാനത്തായിരിക്കും ഇതിന് സാധ്യത? അതുപോലെ നേരിട്ടും അല്ലാതെയും, ഇപ്പം അങ്ങ് പറഞ്ഞു 1 കോടി AI പ്രൊഫഷണലുകളെ സൃഷ്ടിക്കാനാണ് മൈക്രോസോഫ്റ്റ് ഒരുങ്ങുന്നതെന്ന് പറഞ്ഞു. ഇത് നേരിട്ടും അല്ലാതെയും എത്ര പേർക്ക് തൊഴിൽ ലഭ്യമാക്കും? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടോ? തൊഴിലവസരങ്ങളെ കുറിച്ച് ഞാൻ മാധ്യമങ്ങളിൽ ഇത് സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾ എന്തായാലും ആയിരങ്ങളല്ല ലക്ഷങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് പ്രശാന്ത് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. അതായത് ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 8-ാം തീയതി, അതായത് ഈ മാസം 8-ാം തീയതി ആയിരുന്നു അദ്ദേഹം
ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷെ അത് കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും തലക്കെട്ടുകളൊന്നും സൃഷ്ടിച്ചില്ല. ചെറിയ വാർത്തകളൊക്കെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്നലെ അപ്പോ ഇതിന്റെ പ്രാധാന്യത്തെ ഒന്നുകിൽ മനസ്സിലാക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ വികസന പദ്ധതികൾ കവർ ചെയ്യണ്ട എന്നുള്ള ഒരു ബോധപൂർവമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇതിൽ രാഷ്ട്രീയമുണ്ടല്ലോ. കാരണം ഇത് ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അത് ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ, മോഡിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുമോ എന്നൊക്കെ പേടിയുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കുന്നത്. കാരണം ഒരു രീതിയിലും ബി ജെ പിയെ വളരാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു അജണ്ട പല മാധ്യമങ്ങൾക്കും ഉള്ളത് കാരണം അവര് അത് നടപ്പാക്കാതിരിക്കുന്ന ആവാം. അത് സാധ്യതയില്ലെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാതിരുന്നതുകൊണ്ടാവാം. കാരണം ഇപ്പൊ ബി ജെ പിയുടെ മാധ്യമങ്ങളിൽ പോലും അത് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് ജന്മഭൂമിയിലും ഒക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, അറിഞ്ഞുകൂടാ. ഇല്ല, ഒരു മാധ്യമത്തിലും ഞാൻ കണ്ടില്ല. പക്ഷെ ഇത് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, എക്കണോമിക് ടൈംസ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, അങ്ങനെ ഹിന്ദു, ബിസിനസ് ലൈൻ, അതിലൊക്കെ വന്നിരുന്നു. അവരൊക്കെ തന്നെ വന്നിരുന്നു. പിന്നെ പ്രശാന്ത് ഈ തൊഴിലവസരങ്ങളുടെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അനൗൺസ്മെന്റുകളിലൊന്നും കാണുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും സൃഷ്ടിക്കുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇത് രണ്ട് മേഖലയിലാണ് ഇവർ ഈ പൈസ മുഖ്യമായിട്ടും നിക്ഷേപം നടത്തുന്നത്. അതായത് അത് ഒന്ന് ആഷൂർ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. ആഷൂർ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം ആണ്. ആഷൂർ, AZURE. അപ്പൊ ആഷൂർ പ്ലാറ്റ്ഫോം അത് ശക്തിപ്പെടുത്തുന്നതിനും അത് വ്യാപകമാക്കുന്നതിനും അതിൽ നവീകരണങ്ങൾ വരുത്തുന്നതിനും അങ്ങനെയൊക്കെ ഒരു അവിടെ ആ മേഖലയിലാണ് ഇതിലെ ഒരു വലിയ തുക ആ മേഖലയിലൂടെയാണ് പോകുന്നത്. അതായത് അവരുടെ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് വികസനത്തിനാണ് ഈ തുകയിൽ ഒരു വലിയ വിഭാഗം പോകുന്നത്. പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് 21,000 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോജക്റ്റുകൾ ഇപ്പൊ പുരോഗമിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലാണ് പുരോഗമിക്കുന്നത്. അതായത് അത് പ്രോജക്റ്റുകളുടെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലുള്ള 100 കണക്കിന് സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പം ഈ സ്റ്റാർട്ടപ്പുകൾക്ക് സഹായമായിട്ടും അതുപോലെ ഈ സ്റ്റാർട്ടപ്പുകളുമായി ചേർന്നുള്ള പദ്ധതികളിലേക്കും ഒക്കെയാണ് ഇതിലെ ഈ തുക, ഈ 27,000 കോടി, $3 ബില്യൺ എന്ന് പറയുന്നതിൽ ഒരു ഭാഗവും പോകുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഗിറ്റ് ഹബ് എന്ന് പറയുന്ന ഒരു കൊലാബറേറ്റീവ് ടൂളുണ്ട്. ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞ് മൈക്രോസോഫ്റ്റിന്റെ. അതായത് അത് പിന്നെ ഈ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ആ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിന്റെ ഡെവലപ്മെന്റ്സിലേക്കാണ് അടുത്ത ശ്രദ്ധ. ഈ പറഞ്ഞ പോലെ ക്ലൗഡിലേക്കും അതുപോലെ ഗിറ്റ് ഹബ്, ഈ രണ്ട് വിങ്, അതായത് ഈ രണ്ട് മൈക്രോസോഫ്റ്റിന്റെ രണ്ട് വിങ്ങുകളാണ്. അവിടേക്കാണ് ഈ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ഈ രണ്ട് വിങ്ങുകളിലായിട്ടായിരിക്കും പോകുന്നത്. മാത്രമല്ല സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതായത് സാസ് എന്ന് പറയും. അവര് മൈക്രോസോഫ്റ്റും സാസ് ഭൂമി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇന്ത്യയിൽ, ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അതില് ഏതാണ്ട് 4,000-ലധികം 5,000-ഓളം സ്റ്റാർട്ടപ്പുകൾ അംഗങ്ങളാണ് ഈ സാസ് ഭൂമി പിന്നെ കമ്മ്യൂണിറ്റിയിൽ. അപ്പൊ അവരുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യയിലെ AI ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ശരിക്കും ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഭാവി വികസനത്തിന് വളരെ അത്യന്താപേക്ഷിതവും, അതായത് ഇന്ത്യക്ക് ഒരു പുതിയ ഓറിയന്റേഷൻ കൊടുക്കുകയാണ്. നമ്മുടെ പിന്നെ ഒരു പുതിയ ഒരു അതിബൃഹത്തായ പദ്ധതിയാണ് ഈ പിന്നെ മൈക്രോസോഫ്റ്റ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിക്ഷേപമാണ്. അത് നമ്മുടെ നാട്ടിലെ ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെ ഒരു കുതിച്ചുചാട്ടത്തിന് തന്നെ, അതായത് ലോകത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഹബ്ബായിട്ട് ഇന്ത്യ മാറാൻ ഉള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു പദ്ധതിയാണ്. എന്തുകൊണ്ടോ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങുമ്പോഴേക്കും ഇത് കൂടുതൽ മാധ്യമ ശ്രദ്ധയിൽ വരും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിൽ, ട്വിറ്ററിലും അതുപോലെ തന്നെ മറ്റു രീതിയിലും അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാൻ. തീർച്ചയായിട്ടും
ഇപ്പോൾ എന്തായാലും നമ്മുടെ മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ, അവർ ഈ വലിയ നിക്ഷേപമായിട്ട് വന്നാൽ, ഇന്ത്യയിൽ ഇത് ഏത് സംസ്ഥാനത്താണ് അവരിത് നിക്ഷേപിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് നിക്ഷേപിക്കാൻ പോകുന്നത് തുടങ്ങിയ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യത്തിൽ പുറത്തു ഉറപ്പാണ്, വന്നിട്ടില്ല. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മഹാരാഷ്ട്രയിലെ ഫട്നാവിസും ഒക്കെ ചാടി വീഴും. പക്ഷെ അപ്പോഴും കേരളം ഉറങ്ങുകയായിരിക്കും, കേരളത്തിലെ മാധ്യമങ്ങളും ഉറങ്ങുകയായിരിക്കും. നമുക്കിതൊന്നും വേണ്ട, നമുക്ക് മദ്യം വിറ്റും ലോട്ടറി വിറ്റും ഒക്കെ നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ചു പൊക്കോളാം. പക്ഷെ അവർ കോടാനുകോടി വിദേശ നിക്ഷേപം സ്വീകരിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അവരുടെ സംസ്ഥാനത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കും. നമ്മളെപ്പോഴും കയ്യും കെട്ടി ആകാശത്തേക്ക് നോക്കിയിരിക്കും, കേന്ദ്രം കടം വാങ്ങിക്കാൻ അനുമതി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതല്ലാതെ മറ്റൊന്നും ഈ അവസരത്തിൽ എനിക്ക് പറയാനില്ല. നന്ദി.